വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് അടിപൊളി നെയ്യപ്പം ഉണ്ടാക്കിയാലോ. സൈഡൊക്കെ നല്ല മുരിഞ്ഞ് ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല ആറെടുത്ത നെയ്യപ്പം തന്നെയാണ് കേട്ടോ ഇത്. നല്ല നാടൻ നെയ്യപ്പത്തിൻ്റെ അതേ രുചിയിലുള്ള ഇൻസ്റ്റൻറ്റ് നെയ്യപ്പമാണ്. നെയ്യപ്പം ശരിയാകാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നെയ്യപ്പം ഫ്ലോപ്പ് ആകാതിരിക്കാനുള്ള ടിപ്സും ട്രിക്സും എല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണേ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. 200 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു വലിയ അച്ചാണ് കേട്ടോ, അതുകൊണ്ട് 2.5 അച്ച് ആണി ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടിത് അലിയിച്ചെടുക്കാം. അലിയിച്ചെടുക്കുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അതേമാതിരി നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം മാത്രം ശർക്കര ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ശർക്കര പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് മെൽറ്റായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങാക്കൊത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തിൻ്റെ അളവ് പ്രത്യേകം പറയുന്നില്ല കേട്ടോ, നിങ്ങൾ ഇഷ്ടമാതിരി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂണോളം കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ പത്തിരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ടല്ലോ, അതൊരു തരിപ്പയിൽ കൂടി അരിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുന്നതാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇത് ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകിയാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പച്ചവെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, അത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കുമ്പോൾ വല്ലാതെ ലൂസാകരുത് കേട്ടോ, അതേമാതിരി വല്ലാതെ കട്ടിയാകാനും പാടില്ല. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ജീരകവും 4 ഏലക്കായും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഈ പൊടി നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം വറുത്ത റവ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തുണ്ടല്ലോ, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നേരത്തെ ജീരകം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നല്ല ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മാവ് റെഡിയാക്കുമ്പോൾ ശ്രദ്ധിക്കണം, വല്ലാതെ കട്ടിയാകാൻ പാടില്ല. കട്ടിയായി പോവുകയാണെങ്കിൽ ഉള്ളു വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ ഒന്നും കൂടി നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടുന്നതാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ മാവ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല, അപ്പോൾ തന്നെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ നെയ്യപ്പം ചുട്ട് എടുക്കുകയാണെങ്കിൽ വളരെ നന്നാവും കേട്ടോ.
അപ്പോൾ നിങ്ങൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതിൽ തയ്യാറാക്കി നോക്കാൻ ശ്രദ്ധിക്കണേ. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ പ്രത്യേക സ്വാദാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഈ ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു തവി എന്ന് പറയുമ്പോൾ ഇതിൽ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ, ഒരു 1/4 ഭാഗം മാത്രമാണ് എടുത്തിരിക്കുന്നത്. മാവ് ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് എണ്ണ ഇതിൻ്റെ മുകളിലേക്ക് മെല്ലെ മെല്ലെ കോരി ഒഴിച്ചു കൊടുക്കണം. അപ്പത്തിൻ്റെ മുകളിൽ യാതൊരു കാരണവശാലും നിങ്ങൾ സ്പൂൺ വെച്ച് തട്ടരുത് കേട്ടോ. ഇപ്പോൾ ഇത് ഒരു ഭാഗം മുരിഞ്ഞ് വരികയാണെങ്കിൽ മറിച്ചിട്ട് കൊടുക്കാം. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം നെയ്യപ്പം ചുട്ടെടുക്കാൻ. അപ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ, ഒരു ഭാഗം മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 3-4 മിനിറ്റൊക്കെ കഴിയും. ഇനി 2 വശവും ഇതേമാതിരി നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇത് കോരി മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അടുത്ത അപ്പവും ഇതേമാതിരി തന്നെ റെഡിയാക്കി എടുക്കാം. ഇനി നിങ്ങൾക്ക് വല്ലാതെ ടെൻഷനുള്ള ആളുകളുണ്ടെങ്കിൽ ആദ്യം ഒരപ്പം റെഡിയാക്കി നോക്കിയിട്ട് തിന്ന് നോക്കുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഉള്ളു വെന്തിട്ടുണ്ടോയെന്ന്. വല്ലാതെ കട്ടയായിട്ട് പോവുകയാണെങ്കിൽ ഉള്ളു വേവാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മാവ് ഒന്ന് ജസ്റ്റ് ഒരു ടീസ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് കലക്കിയെടുത്താൽ മതി. ഇനി ഈ അപ്പം നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പറിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വല്ല എണ്ണയുണ്ടെങ്കിൽ അത് പോയി കിട്ടുന്നതാണ്. അപ്പം അധികം എണ്ണയൊന്നും ഇല്ലാത്ത ഒരു നെയ്യപ്പാണ് കേട്ടോ, ഒരു ഇൻസ്റ്റൻറ്റ് നെയ്യപ്പാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അതേമാതിരി നെയ്യപ്പം അധികം ആൾക്കും കറക്റ്റായിട്ട് ഷേപ്പ് കിട്ടിയില്ലല്ലേ. അപ്പോൾ നെയ്യപ്പം നമ്മൾ ചുടുന്നതിൻ്റെ മുമ്പേ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് മാവ് കോരി ഒഴിച്ച് നോക്കൂ, കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ വിധ ട്രിക്കും ടിപ്സും എല്ലാം നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. ഈ ഒരു പലഹാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.